Hi, good morning. It's me Simon YouTube channel, Simon Varghese Facebook, Simon Varghese Instagram. Welcomes you. Have a fantastic positive day. കൈപ്പത്തി ചിഹ്നമൊന്നുമല്ല, അത് ഒത്തിരി പ്രയാസങ്ങൾ വരുമ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിൻ്റെ ഒറിജിനൽ കണ്ടെത്താൻ സഹായിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്നലെ ഞാൻ മനോരമ വനിതാ മാക്സ് കാണാൻ പോയി, ഞാനും എൻ്റെ ഭാര്യയും കൂടെ. അങ്ങനെ പോയപ്പം എൻ്റെ വൈഫിൻ്റെ അടുത്ത ബന്ധുവാണ്, ഒരു പുരുഷനും സ്ത്രീയും വന്നു, ടോണി എൻ്റെ വൈഫ്. അവർ വന്നപ്പം ടോണിയുടെ വൈഫ് പറയായിരുന്നു, ഇങ്ങനെ പാടത്ത് പോകുമ്പം വീഡിയോ കാണുന്നുണ്ട്, പോകുന്നില്ലാത്ത ദിവസം വീഡിയോ വരികയല്ല അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചു. ഞാൻ പറയാം, അങ്ങനെയല്ല, വീഡിയോ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നമുക്ക് വേണ്ടത്ര മെറ്റീരിയൽസ് കിട്ടത്തില്ല. 1-2 ദിവസം റിസർച്ചും പഠനമൊക്കെ നടത്തിയാലേ ഉള്ളൂ നമുക്ക് വീഡിയോ ചെയ്യാം. എന്തെങ്കിലും വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. അത് കുറച്ച് പഠിക്കാനും വായിക്കാനും റിസർച്ച് നടത്താനും സമയം എടുക്കുന്നതുകൊണ്ടാണ് എല്ലാ ദിവസവും വരാത്തത്. നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ പലരും ഈ അഭിപ്രായമുണ്ട്, അവർക്ക് എല്ലാ ദിവസവും ടോക്ക് വേണം. പക്ഷെ അത് ഞാനിപ്പോൾ ഒരു ഓഫീസൊക്കെ തുടങ്ങുകയാണെങ്കിൽ സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അതർവൈസ് അത് പാടാണ്. എനിക്ക് തന്നെ അത് ഒന്നാമത് ഞാൻ ധാരാളം ഭാരവാഹിത്വമുണ്ട്. YMCA വാർഡ് മെമ്പർ, ടൗൺ ലൈബ്രറി വൈസ് പ്രസിഡൻറ്റ്, ഇങ്ങനെ ചിങ്ങവനം ടൗൺ ലൈബ്രറിയുടെ വൈസ് പ്രസിഡൻറ്റ്, ഇതിങ്ങനെ എണ്ണിയാലൊഴുകാത്ത ഓരോരോ ഭാരവാഹിത്വമുണ്ട്. അതൊക്കെ അറിവ് ലഭിക്കാനും അറിവ് വിതരണം ചെയ്യാനും വേണ്ടിയാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമോ മറ്റൊന്നും തരുന്നത്, പക്ഷെ അറിവ് തരുന്നുണ്ട്. ഓരോ വ്യക്തിയിലും കുടികൊള്ളുന്ന അറിവ് അവൻ ആയിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളെപ്പോലൊരു ഉൽപ്പതിഷ്ണതയുള്ള ഒരാൾക്ക് അത് ഗ്രാബ് ചെയ്യാൻ പറ്റും. ഞാൻ ആരോട് സംസാരിച്ചാലും അവരുടെ സംസാരിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ആത്മാർത്ഥത, അവരുടെ ആ ഒരു സ്കിൽസ്, അവരുടെ ടോക്കിനകത്ത് വരുന്ന വാക്കുകൾ, വാചകങ്ങൾ എല്ലാം പിടിച്ചെടുക്കും. അത് ഞാൻ എൻ്റെ ചാനലിലേക്ക് ഉപയോഗിക്കും, മുതൽക്കൂട്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ എൽഡേഴ്സ് എന്ന് വെച്ചാൽ പ്രായമുള്ള വയസ്സന്മാരല്ലേ, അവരുടെ പ്രസിഡൻ്റാണ്. എനിക്ക് അതിനകത്ത് എന്നെ പിടിച്ച് അച്ഛനാക്കി, സൈമൺ പ്രസിഡൻ്റ് ആയി. അപ്പോൾ എന്നെ മെത്രാൻ കണ്ടപ്പോൾ പറഞ്ഞു, കൊച്ചുമെത്രാൻ പറഞ്ഞു, എൽഡേഴ്സ് പ്രസിഡൻ്റ് എൽഡർ അല്ലേ, സൈമൺ എൽഡർ ആയില്ലല്ലോ എന്ന് പറയും. ബട്ട് ഏജ് വൈസ് ഐ എം ഇൻ മൈ 66+ ആൻഡ് ഐ എം എൻ ഏജ്ഡ് മാൻ, ബട്ട് ഐ എം ലിവിങ് ആസ് എ യങ് മാൻ, ആസ് ആൻ യങ് മാൻ അല്ലേ. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ അവർക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ പ്രാർത്ഥനയെപ്പറ്റി പറയും, അവരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സന്തോഷമുണ്ടായ എന്തൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിക്കും. അതിന് ക്ലാസ് എടുക്കാൻ വിദഗ്ധരെ കൊണ്ടുവരും. എല്ലാ വർഷവും വിനോദയാത്ര പോകും. ഈ വിനോദയാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാമ്പത്തികമുള്ള കുറേ ആളുകൾ കൂടി പോകുന്ന വിനോദയാത്രയല്ലത്. ഞങ്ങൾ ഓരോ വർഷവും 4-5 ഈ ഇടത്തരക്കാർ എന്ന് വെച്ചാൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ 2000-3000 എടുക്കാനില്ല, പക്ഷേ ദേ ആർ ലിവിങ് ഹാപ്പിലി. അപ്പോൾ അങ്ങനെയുള്ളവരെ ഈ ഇതിന് കൊണ്ടുപോകും. അതുകൊണ്ട് എന്നാണെന്നറിയോ, ഞങ്ങളുടെ ഈ വിനോദയാത്രയിൽ ഇതുവരെ ഒരാൾക്കൊരു മൂക്കിപ്പനി പോലും വന്നില്ല. കാര്യം നമ്മൾ മെഡിസിൻ കൊണ്ടുപോകുന്നുണ്ട്, ഒരു മെഡിസിൻ കിറ്റ് വേണമല്ലോ, കൊണ്ടുപോകാറുണ്ട്. പനിക്ക്, ഛർദിലിന്, വയറ്റിൽ അസുഖത്തിന്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മെഡിസിൻ കിറ്റ് കൊണ്ടുപോകാറ്. പക്ഷേ ഇന്ന് വരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ ബസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരിടത്തും ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഒരു പ്രത്യേക ദൈവിക സംരക്ഷണമാണ് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ കാരണം ഞങ്ങളീ കാണിക്കുന്ന മനസ്സാണ്. അതായത് നമ്മളെല്ലാം പോകുന്നു, വിനോദയാത്ര പോകുമ്പം അതിന് പറ്റാത്തൊരു വിഭാഗം, പക്ഷേ ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ള 4-5 പേരെ നമ്മൾ കൊണ്ടുപോകും, ഫാമിലിയായിട്ടോ അല്ലാതെ കൊണ്ടുപോകും. അപ്പോൾ അത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ വണ്ടി ട്രാഫിക്കിൽ പെട്ട് കിടന്നിട്ടില്ല, ബ്ലോക്കിൽ കിടന്നിട്ടില്ല, പഞ്ചറായിട്ടില്ല, അപകടം ഉണ്ടായിട്ടില്ല.
ഞങ്ങോട്ട് വരുന്ന ആൾക്കൊരു ഛർദി ഒന്നുമില്ല. വാസ്തവമായിരിക്കും അത്ഭുതം. ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്, പലപ്പോഴും പലതും കാണുന്നത്. പക്ഷേ ഞങ്ങളുടെ വിനോദയാത്ര ഇന്ന് വരെ അതുകൊണ്ട് അതിൻ്റെ കാരണം നമ്മൾ അർഹതപ്പെട്ടവരെ കൂടെ കൂട്ടാനുള്ള മനസ്സ് ദൈവം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതൊരു 5 to 10% നമ്മളിങ്ങനെ ചാരിറ്റിക്ക് വേണ്ടി വെക്കണം. എന്നുവെച്ച് ഈ ചെയ്ത കാര്യം വിളിച്ചു പറയരുത്, മറ്റൊരാൾക്ക് അപമാനം ഉണ്ടാകരുത്. പക്ഷേ ഞാനിത് പറയുന്നത് നിങ്ങൾ മോഡലാകാൻ വേണ്ടി പറയുന്നില്ല, ഞങ്ങൾ ചെയ്ത കാര്യം വിളിച്ചു പറയല്ല, തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി, നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും വിജയമായിരിക്കും. കാരണം ഈ 5 പേരുടെയും കൂടെ പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ല 5 കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ഭയങ്കര വിജയമായിരിക്കും. ഞാൻ പലപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണ്. നമ്മളെപ്പോലെ ഇപ്പം ഓടിച്ചാടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അവരെയും കൂട്ടിക്കൊണ്ട് പോവുക. അതുപോലെ ഈ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ, അവരുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടായ്മയാണ്. ഇവരെല്ലാം അറിവും കഴിവും ഉള്ളവരാണ്, ഭയങ്കര സ്മാർട്ടാണ്. പക്ഷേ അവരവരുടെ ഭവനങ്ങളിൽ അവരപ്പച്ചനും അമ്മച്ചിയായി. അവർക്ക് ഒന്നും പ്രകടിപ്പിക്കാൻ. ഞങ്ങൾ മീറ്റിംഗ് കൂടുമ്പം ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന ആൾ ഞാനായിരിക്കും. ഒരു അപ്പോൾ അവരുടെ ആ നിർദ്ദേശങ്ങൾ എത്ര സൂപ്പറാണെന്നറിയാമോ. ഞാൻ പറയാം, എങ്ങനെയാണ് നമ്മുടെ മുതിർന്നവരെങ്ങനെയാണ് ഒരു കുടുംബത്തിന് വിളക്കായി മാറേണ്ടത്, 3-4 പേര് പറയാൻ പറയും. അപ്പോൾ അവർ ചാടി എഴുന്നേറ്റ് കാര്യങ്ങൾ പറയും. ഒരു കുടുംബത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, അതായത് കുഞ്ഞുങ്ങളുടെ സ്കൂൾ പഠന കാര്യം വരുമ്പം ഗ്രാൻഡ് പേരൻസായ നമ്മൾ അഭിപ്രായം പറയരുത്, അത് അവരുടെ പേരൻറ്റിൻ്റെ ചുമതലയാണ്. അതുപോലെ കുടുംബകാര്യങ്ങൾ വന്ന അപ്പൻ്റെ അഭിപ്രായം എന്താ ചോദിച്ചാൽ, എടാ മോനെ, നമുക്ക് അഭിപ്രായമുണ്ട്, പക്ഷെ നമ്മൾ പറയേണ്ടത്, എടാ മോനെ, എന്നേക്കാൾ അറിവും പക്വതയും വിവരമൊക്കെ ഉള്ള നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. ഇനി അപ്പൻ ഒരു കാര്യം പറയുമ്പം അപ്പൻ്റെ വ്യൂ നിന്നുകൊണ്ടാണ്, ഞാനിച്ചിരി താഴ്ന്ന മോഡലല്ലേടാ, ഇങ്ങനെ എടുക്കടാ എന്ന് പറയുമ്പം അവൻ പപ്പ അങ്ങനെ അല്ലെന്നൊക്കെ പറയുമ്പോൾ പോലും അവനിഷ്ടം അത് തന്നെയാണ്. അവരവരുടെ ഡിസിഷൻ എടുക്കട്ടെ, നമുക്കതിൻ്റെ കൂടെ നിൽക്കാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഒരു 50 ലക്ഷത്തിൻ്റെ പ്രോപ്പർട്ടി മേടിക്കുകയാണെങ്കിൽ നമ്മൾ 75 ലക്ഷം ഉണ്ടെങ്കിൽ ഒരു 3 ലക്ഷമോ 4 ലക്ഷമോ അവന് കൊടുക്കാം, അതിൽ കൂടുതൽ കൊടുത്ത് കളയരുത്, സഹായിക്കാം. മനസ്സിലായല്ലോ, ഒരു സപ്പോർട്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് നമ്മുടെ പവറേ, അപ്പോൾ അതങ്ങ് ഷെയർ ചെയ്ത് കളയരുത്, അത് സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. പെൺകുട്ടി പറഞ്ഞു, എന്നും വീഡിയോ കാണുന്നില്ല. ഞാൻ ചിലപ്പോൾ ഇത് സ്ഥിരമായിട്ട് കാണുന്നുണ്ടോ? ഉണ്ട്, അനേകം ആയിരങ്ങൾ ഇത് കാണുന്നുണ്ട്, അവരെ അഭിപ്രായം പറയുന്നത്. അതാണ് നമ്മുടെ ശക്തി. ഞാൻ നമ്മുടെ വീഡിയോകളെല്ലാം സ്റ്റോർ ചെയ്ത് നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് 200-240 കഴിഞ്ഞു. ഇതിങ്ങനെ നിൽക്കുക, അത് 2000-3000 ആക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഓരോ വീഡിയോയും 15-20 മിനിറ്റിൻ്റെ വീഡിയോസാണ്. ഓക്കെ, അടുത്ത ദിവസം ഞാനൊരു ലെജൻഡിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു വീഡിയോ ഇടാൻ പോവുക. ആ ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾ കാണും. ആ ലെജൻഡിൻ്റെ അടുത്ത് നിങ്ങൾ 5 മിനിറ്റ് വർത്തമാനം പറഞ്ഞാൽ മതി, നിങ്ങൾ ഹൈലി ഹായ്, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ്. അപ്പം അതാണ് കാര്യം. അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് കിട്ടിയാൽ തീർന്നു സംഭവം. അത്രമാത്രം പവർഫുൾ മാൻ. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അദ്ദേഹം തത്വത്തിൽ സമ്മതിച്ചു, ഡീറ്റെയിൽസ് എടുത്തിട്ട് നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. കാരണം ഒരാൾ വിജയിക്കുന്ന എങ്ങനെ, വിജയികളെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വിജയിക്കുന്നത് അല്ലേ. എപ്പോഴും എന്തിനും അത് ശരിയാകത്തില്ല, ഇത് എനിക്കൊരാളെ അറിയാം, അയാളെപ്പോഴും യൂറോപ്പിൽ ജോലിയില്ല, അമേരിക്കയിൽ ജോലിയില്ല, ഇംഗ്ലീഷിൽ എപ്പോഴും ഇതാ പുള്ളിക്ക് നെഗറ്റീവ് പറയാനുള്ളൂ. ഞാൻ വിളിച്ചൊരു ദിവസം എൻ്റെ അടുത്തിരുത്തി വരാൻ പറയും, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെ മനുഷ്യ ഈ രാജ്യത്ത് ഇത്രയും ആളുകൾ പോകുമ്പം അത് താൻ കാണുന്നില്ലേ? പോകുന്നവരൊന്നും അത്ര സുഖം, ഞാൻ പറയും സുഖിക്കാനാണോ പോകുന്നത്? ഇവിടെ ബംഗാളി വന്നിവിടെ ജോലി ചെയ്ത് അവൻ കാശെടുത്ത് വീട്ടിലോട്ട് അയക്കുമ്പോൾ അവിടെ വീട്ടിലെ സന്തോഷം വരും, ഇവിടെ അവൻ സന്തോഷമായിട്ട് ജീവിക്കും. അങ്ങനെയല്ലേ? അപ്പോൾ ഇങ്ങനെ എപ്പോഴും നെഗറ്റീവ് പറയരുതെന്ന് പറയാം. അവസാനം പറഞ്ഞു പിടിച്ചിപ്പം അയാളുടെ മകൾ UK-യിലായി, മകൻ വിദേശത്ത് പോകാൻ പോകുന്നു. എന്തിന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നടക്കരുത്, ബി പോസിറ്റീവ്. എന്തിനൊരു പോസിറ്റീവ് അംശമുണ്ട്. മറ്റൊരാൾക്ക് പരാജയപ്പെട്ടായിരിക്കും. എനിക്കറിയാം, ഒരിക്കൽ ഞാൻ കളക്ടറേറ്റിൽ
ഇറങ്ങി വരുമ്പം ഒരാൾ എന്നോട് സംസാരിക്കാൻ നിൽക്കുക. ചാര എന്താ, പുള്ളി ഒരു CMS കോളേജിലെ പ്രൊഫസറാണ്, റിട്ടയർ ചെയ്ത ആൾ. നമ്മൾ യെസ് പറയൂ, എന്താ വിഷയം? അപ്പോൾ പറഞ്ഞു അയാളുടെ മോള് MS എടുക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോയി. അയാളുടെ സ്വത്തും പണമെല്ലാം മുടക്കിയാണ് പോയത്. സാറിൻ്റെ മോനും ഇങ്ങനെ പോയെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പറയാതെ എൻ്റെ മോനും പോയി. എന്നിട്ട് അവൾ അവിടെ പഠിത്തം കഴിഞ്ഞ് 1 വർഷം മറ്റ് സ്റ്റേ ബാക്ക് കഴിഞ്ഞ് അവൾ ഇങ്ങനെ ചെറിയ ജോലി ചെയ്യുന്ന അവൾ പിടിച്ചവർ ഡീപ്പോർട്ട് ചെയ്തു. കാരണം അവൾക്ക് വിസ ഇല്ലായിരുന്നു. എന്നാൽ അത് അവൾക്ക് പലതരത്തിൽ ചെയ്യാൻ ആ കുട്ടി ആ ബുദ്ധിയൊന്നും പ്രയോഗിച്ചില്ല. നിയമപരമായി നിൽക്കാനുള്ള പല വഴികളും ഉണ്ടായിരുന്നു. അതിനുള്ള കഴിവില്ലായിരിക്കാം, അല്ലാതെ ശ്രമിച്ചില്ലായിരിക്കാം. ആ കൊച്ചിനെ അതോറിറ്റീസ് ഡീപ്പോർട്ട് ചെയ്തു കേട്ടോ. ഈ പുള്ളിക്കുണ്ടായിരുന്ന കാറും വീടും എല്ലാം പോയി. ഇപ്പോൾ ഈ പുള്ളി ചെറിയ വീട്ടിൽ താമസിക്കുക, ഒരു സൈക്കിളിൽ എന്നെ കാണാൻ പറഞ്ഞു. എന്താ ചെയ്യേണ്ടത് സാറേ? ഞാൻ പറയുമ്പോൾ മനുഷ്യ, തൻ്റെ മോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് വരുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് പലതും പറഞ്ഞു തരാൻ കഴിയുമായിരുന്നു. ഇപ്പോഴും പറഞ്ഞു തരാം. എന്നിരുന്നാലും എൻ്റെ മോൻ അമേരിക്കയിലുണ്ടാവും, അവരെ സഹായിച്ചതിനല്ലോ. താൻ പറഞ്ഞില്ല. അപ്പം പുള്ളിക്ക് അധികം കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ സംസാരിച്ചു. പിന്നെ ഞാൻ ചോദിച്ചു, തൻ്റെ മോൾ ജീവിച്ചു വന്നു, ശരിയാ, കടവുണ്ട്, എത്ര ഉണ്ട്? 40 ലക്ഷം രൂപ കടവുണ്ട്. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. ഒരു 50 കോടി 100 കോടി കടമുള്ളതിനപ്പുറം നിൽക്കുന്നു. അതായത് നിങ്ങളുടെ 40 ലക്ഷം. ഒരു കാര്യം ചെയ്യൂ, ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന വിദ്യാഭ്യാസം ലോകത്തിലെ ഏറ്റവും സൂപ്പർ വിദ്യാഭ്യാസം ആണോ? അതെ. അവൾ എഞ്ചിനീയറിംഗ് MS എടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണോ? അതെ. പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങളവിടെ പോയി പുള്ളി ഭയങ്കര നിരാശ. ഒരു ചായ കുടിച്ച് വർത്താനം പറഞ്ഞു. ഒരു 1-2 മണിക്കൂർ ഞാൻ ആ മനുഷ്യന് വേണ്ടി ചിലവഴിച്ചു. അതിനുശേഷം പുള്ളിയെ പോസിറ്റീവാക്കി. അപ്പം ആ അയാൾ പറയും എൻ്റെ മോളോട് മോളോട് സംസാരിക്കേണ്ടത് നിങ്ങൾ സംസാരിച്ചിട്ട് കൂടുതൽ സഹായം വേണം, എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ് 2 ആഴ്ച അയാൾ വന്ന് പറഞ്ഞ് ഞാൻ മോളോട് സംസാരിച്ചു. അവളാകെ നിരാശയെ കരഞ്ഞു വിരിക്കുകയായിരുന്നു. സാറ് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ഷെയർ ചെയ്തപ്പം അവൾക്ക് മനസ്സിലായി അവിടെ ഇരിക്കുന്നതാണ് ധനം. അവിടെ ലോണോ കുന്തൊന്നുമല്ല. അവൾ അമേരിക്കയിൽ നിന്ന് MS എടുത്ത് തന്നിരിക്കുന്ന മിടുപിടിക്കായ ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ അവിടെ ധനമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. അവിടെ ധനമല്ല, അവിടെ വിദ്യാഭ്യാസമാണ് അവിടെ സമ്പാദ്യം. അതാണ് ഞാൻ പറഞ്ഞു കൊടുത്തേ. അവൾ ആ മൂച്ചിൽ പരിശ്രമിച്ചു. വളരെ നല്ല ടാറ്റയിലാണോ മറ്റോ വളരെ ഭയങ്കര ശമ്പളത്തിൽ ജോലി കിട്ടി. അതിനുശേഷം പലപ്പോഴും വിളിക്കുമായിരുന്നു. അവർ ഹാപ്പിയായിട്ട് പിന്നെ ജീവിതം വീണ്ടും പുനഃക്രമീകരിച്ചു എന്ന് ഞാൻ പറയുന്നു. അപ്പം ഒരു ചെറിയ കാര്യത്തിൽ നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ബി പോസിറ്റീവ് ഓൾവേസ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ആരും ഇല്ല സഹായിക്കാൻ, നമ്മൾ മാത്രം വെറുതെയാണ്. സഹായിക്കാൻ കഴിഞ്ഞ 1000 പേര് പുറത്തുണ്ട്, അവർ സഹായിക്കുകയും ചെയ്യും, പക്ഷെ അവരറിയുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളങ്ങ് നിശബ്ദനായിരിക്കുക കുറച്ച് നേരം, 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു സ്വപ്നം കാണുക. ഈ വന്ന സംഭവം നമ്മളൊക്കെ എവിടെ പരാജയപ്പെട്ടത് അതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ കുറേ സമയം നിങ്ങൾ മടുക്കും. വെള്ളം കുടിക്കുക, വീണ്ടും ഇരിക്കുക, ചിന്തിക്കുക, അതിനുശേഷം പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളെല്ലാം വെച്ച് നിങ്ങളുടെ വിശ്വാസം ഏതാണോ നിങ്ങളുടെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈശോയുടെ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് അതലിക്കുക. ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശക്തമായ തീരുമാനമുള്ളവരാണ്. നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിക്കുമ്പോൾ ദൈവങ്ങളെല്ലാം ഒന്നാണ്. നമ്മളെങ്ങനെ പറയുന്നു പ്രാർത്ഥിച്ചാലും അവസാനം ചെന്ന് എത്തുന്നത് നമ്മുടെ ഈശോയുടെ അടുത്ത് തന്നെയാണ്. വഴി പലതാണെന്നേ ഉള്ളൂ. അപ്പം നമ്മളത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ക്രമീകരിച്ച് അപ്പോൾ നിങ്ങളുടെ ബുദ്ധി ഉണരാൻ തുടങ്ങി. നിങ്ങൾ ശാന്തനായി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്തു. ചെന്ന് ഭാര്യ എടോ കരഞ്ഞിരിക്കുക, നീ ഒരു ചായ ഇട്ടുണ്ടോ എന്ന് പറയും. അപ്പോൾ അവരുടെ ദുഃഖത്തിന് കുറവ് അവൾ ചായ സ്ട്രോങ്ങായി. കുടുംബത്തിൽ സന്തോഷം വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബുദ്ധി ഉദിക്കാൻ തുടങ്ങും, ആലോചിക്കാൻ പറ്റും. പിന്നെ ദൈവം നിങ്ങളെ അജ്ഞാതമായ കാര്യങ്ങളെ സഹായിക്കും. ഞാൻ ഒരിക്കലും ഒരിത് കേട്ടതാണ്. കോട്ടയം സെൻറ്റ് ആൻ്റണീസിൽ ഒരാൾക്ക് 75 കോടി രൂപ കടമുണ്ട്, ബിസിനസ്സുകാരൻ. അയാൾ വന്നിരിക്കുന്ന വലിയൊരു കാറില്ല. അപ്പോൾ അച്ഛൻ പറയാം, തനിക്ക് കാറ് വിറ്റാൽ 10-40 ലക്ഷം കിട്ടും, അതുകൊണ്ടൊന്നുമില്ല, ഇതൂടെ പോയ ആളുകൾ എന്നെ തല്ലിക്കൊല്ലും. അന്നേരം അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഞാൻ എങ്ങനെ പറഞ്ഞു? അച്ഛൻ പറഞ്ഞു താൻ രക്ഷപ്പെടുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല,
താൻ പ്രാർത്ഥിക്കുക രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞു വിട്ടു. 2-3 ആഴ്ച കഴിയുമ്പോൾ ഈ മനുഷ്യൻ വന്നു. ഭയങ്കര സന്തോഷം. ഇയാൾക്ക് പോലും വ്യക്തതയില്ലായിരുന്നു ഇയാളുടെ ഒരു പ്രോപ്പർട്ടി നൂലാമാലയിൽപ്പെട്ട് ആ പ്രോപ്പർട്ടി അയാൾക്ക് വിൽക്കാൻ കഴിഞ്ഞു. അപ്പം 75 കോടി അടച്ചില്ല, 10-20 കോടിയോളം അടയ്ക്കാൻ പറ്റി. പുള്ളിക്ക് വലിയ പ്രശ്നക്കാരൊന്നും ഒഴിവാക്കാൻ പറ്റി പുള്ളി നേരം. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു കാരണവശാലും രക്ഷപ്പെടുകയില്ല. 75 കോടിയുടെ ലോട്ടറി ഒന്നുമില്ല, ലോട്ടറി അടിക്കാൻ. പക്ഷെ എന്നാൽ പോലും പ്രാർത്ഥനയിലൂടെയും നമ്മളൊരു ശാന്തനാവുകയും ബുദ്ധിമുറിയുകയും ചെയ്തപ്പോൾ അയാൾ ഒന്നൊന്നായി അവസാനം അയാൾ എല്ലാം ഊരിയെടുത്തു. അയാൾ വലിയ ബംഗ്ലാവിൽ നിശ്ചിത ചെറിയ ബംഗ്ലാവിലേക്ക് മാറേണ്ടി വന്നെങ്കിൽ പോലും കടമില്ലാതെ കുടുംബമായി സന്തോഷമായി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അത്തരത്തിലൊരു പോസിബിലിറ്റി ഉണ്ട്. ഒന്നിനും അവസാനമല്ല. ചില പറയും ഞാൻ ഇട്ടിട്ട് പോയാൽ നിങ്ങൾ ഇട്ടിട്ട് പോയാൽ ഇതിലും ഭംഗിയായിട്ട് ഈ ലോകം നടക്കും. ആരും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആരെയും പരമപൂജ്യരായിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. മറ്റത് ഞാൻ പോയാൽ പിന്നെ നമ്മൾ ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഇന്ത്യ എങ്ങോട്ടെന്നൊക്കെ പറഞ്ഞൊരു കാലം. പക്ഷേ ഇന്ത്യ മുന്നോട്ട് തന്നെയല്ലേ പോയത്. അപ്പോൾ അതിലൊന്നൊരു കാര്യമില്ല. ഒന്ന് വേറെ ദൈവം വേറെ കാര്യം സെറ്റപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടും ശാന്തതയോടും കൂടെ ചെയ്യാം. എൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുകൊണ്ടാണ് ഇന്നലെ ആ പെൺകുട്ടി പറഞ്ഞൊരു വാക്കിലാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എല്ലാ ദിവസവും വീഡിയോ അവർക്ക് കിട്ടുന്നില്ല. അത് ഞാൻ പറഞ്ഞു തന്നെ റിസർച്ചിന് തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ വില കളയാൻ പറ്റില്ലല്ലോ. ചുമ്മാ രാഷ്ട്രീയത്തിൻ്റെ പറയുമോ നമ്മുടെ ചാനലുകാരൊക്കെ എന്ത് കഷ്ടപ്പെടുന്നത്, എന്നും വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് പാടുപെടുക. അതോ പരിപാടിയൊന്നും നമുക്കില്ല. ഇതൊരു ശാന്തമായ ചാനൽ, അത് പോസിറ്റീവ് ചാനലാണ്. എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ബി പോസിറ്റീവ്. എന്ത് തന്നെ വരട്ടെ, ആന കുത്താൻ വരട്ടെ, നിങ്ങൾ പോസിറ്റീവായിട്ട് ആലോചിച്ചാൽ നിങ്ങൾക്കൊരു വഴി കിട്ടിത്തരും. ആന പാഞ്ഞു വരുമ്പോൾ അടുത്തൊരു മരമുണ്ട്, ആ മരത്തിന് പുറകിൽ പെട്ടെന്ന് അങ്ങ് സ്കിറ്റ് ചെയ്ത് മാറിയാൽ ആന ഓടി അങ്ങ് മുമ്പോട്ട് പോയിട്ട് തിരിച്ചു വരും. നമുക്ക് ഓടി പറയാൻ അവസരം കിട്ടും. ആ ബുദ്ധിയോടുകൂടി വേണം അതിനെ കഴിയാൻ. അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഓർത്തു പോകും, ഞാനിങ്ങനെ അമേരിക്കയിൽ പോയപ്പം എൻ്റെ മോനും ഞാനും കൂടെ ഒരു ഡീപ്പ് ഫോറസ്റ്റിൽ കൂടെ നടന്നു പോവുക. അപ്പോൾ അവൻ പറഞ്ഞു, പാപ്പ ഇവിടെ കരടിയുണ്ട്, കരടി ബോർഡൊക്കെ ഉണ്ട്, ഇടയ്ക്ക് കരടി സൂക്ഷിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ കരടി വന്നാൽ പാപ്പ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നേരെ തിരിഞ്ഞ് നിൽക്കും. ഞാൻ സ്വല്പം മാർഷ്യൽ ആർട്സൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, സാധാരണ നല്ല ആൻസറാണ്, ഗുഡ് ആൻസർ, നല്ല പോസിറ്റീവാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഓടിയാൽ അത് നമ്മളെ തകർക്കും. ഡാഡി പറഞ്ഞ് ശരിയാണ്. അപ്പോൾ തിരിഞ്ഞ് നിന്നിട്ട് നമ്മളൊരു മനുഷ്യൻ്റെ രൂപത്തിൽ മാറി ഒരു മൃഗത്തിൻ്റെ രൂപത്തിൽ കൈയൊക്കെ പൊക്കി പിടിച്ച് ഇങ്ങനെ ശരിക്കും തിരിഞ്ഞു നിന്നാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒരു മൃഗത്തിൻ്റെ രീതിയിലാക്കി അങ്ങ് നിന്നാൽ അത് ഓർക്കുന്നത് വേറെ ഏതോ മൃഗമാണെന്ന് ഓർത്താൽ അത് നമ്മളെ അറ്റാക്ക് ചെയ്യത്തില്ല, അങ്ങ് തിരിച്ചു പോകും. തോണ്ടി നോക്കി വെച്ചങ്ങ് പോകും. ആ കരുത്താണ് കരടിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ഒരു മാർഗം എന്നവൻ പറഞ്ഞു തരികയുണ്ടായി. അപ്പോൾ അവർക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ജംഗിളിലൊക്കെ പോയി ഒരു പരിപാടിക്കൊക്കെ പോകാൻ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ തന്നെ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ തിരിച്ചടിക്കും. നമ്മൾ പഠിച്ച കരാട്ടയൊക്കെ എടുത്ത് പ്രയോഗിക്കും. കരടിയല്ല, ഏത് കാട്ടാനാണേലും കീഴടക്കത്തില്ല. അത് നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം ഓൾവേസ്. ഞാനതൊരിക്കൽ പറഞ്ഞ നമ്മുടെ വീഡിയോ, ഈ ഒരാൾ വെട്ടിക്കൊല്ലാൻ വരിക, നമ്മൾ ഓടി പോയി അവസാനം തളർന്നു വീണാൽ അവന്മാരെല്ലാം ഈസിയായിട്ട് വെട്ടിക്കൊന്നു പോകും. മറിച്ച് നിങ്ങൾ തിരിഞ്ഞു നിന്നാലോ, വന്നാലും ഒന്നിനും അടർന്ന് നമുക്ക് തീർക്കാനും പറ്റും. അവിടെ ഒരു സംഘടന ഉണ്ടാകുമ്പം എൻ്റെ ക്ഷതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റും. എന്തായാലും നമ്മളെ കൊല്ലാൻ വന്നിരിക്കുകയല്ലേ, നമ്മൾ അവന്മാരെ ചവിട്ടി ഓടിച്ചും വെട്ടിയും നമ്മളെ അൺആംഡ് കോമ്പാക്റ്റ് നമ്മുടെ കൈക്കതിന് ബലം കൊടുത്തിരിക്കുക. നമ്മൾ എക്സസൈസ് ചെയ്തൊരു വാള് പോലെ കയ്യിൽ, അപ്പോൾ നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിനെ അപ്പോൾ എന്താ പോലീസ് അന്വേഷിക്കുക, നമ്മൾ ചത്തു തന്നിരിക്കട്ടെ, മരിച്ചുപോയി, പക്ഷേ പോലീസ് അന്വേഷിക്കാൻ വരില്ല, 2 എണ്ണം കൂടെ വീണ് കിടപ്പുണ്ട്, അവന്മാരാതാൻ നോക്കും. അപ്പോൾ ഇത് ഒരു സംഘടന നടന്നിട്ടുണ്ട് കുറച്ച്, അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കും, അത് എല്ലാത്തിനെയും പൊക്കും. മറിച്ച് നിങ്ങൾ ഓടിപ്പോയി അവന്മാർ നിങ്ങളെ വെട്ടിക്കൊന്നിട്ട് പോയാൽ ഒരു തെളിവും അവശേഷിക്കുക. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും ശക്തരായിരിക്കണം, ബലമുള്ളവരായിരിക്കണം,
മനസ്സിന് തൻ്റെ ഇടമുള്ളവരായിരിക്കണം, പ്രതിരോധിക്കാൻ മനസ്സുണ്ടായിരിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ്.